നമ്മുടെ ഹലാലായ എല്ലാ ആവശ്യങ്ങളും നിറവേറുന്നതിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്റിനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ദിക്ർ ഏതാണ് എന്ന് നോക്കാം. നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ പൂവണിയാൻ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അതല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടെങ്കിലും നമുക്ക് ഫലം ലഭിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു ദിക്റാണിത്. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്നുള്ള ആ ദിക്റിനെ, ആ ഇസ്മിനെ ഒരാൾ 3 തവണ ഉരുവിട്ട് കഴിഞ്ഞാൽ, 3 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഖാദിമായിരിക്കുന്ന മലക്ക് അയാളോട് ഇങ്ങനെ വിളിച്ചു പറയും, തീർച്ചയായും അല്ലാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു, അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അതിനാൽ നിന്റെ ആവശ്യം എന്താണെന്ന് അവനോട് തുറന്നു പറയുക, അല്ലാഹു നിന്നെ പരിഗണിക്കുന്നതാണ് എന്ന് മലക്ക് വിളിച്ചു പറയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് തന്നെ നാം ദുആ ചെയ്യുന്നതിന് മുമ്പ്, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹുവിനോട് പറയുന്നതിന് മുമ്പ് യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് 3 തവണ പറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ബഖരി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബായിരിക്കുന്ന ഇആനത്തു ത്വാലിബീനിലും ഈ സംഭവം പറഞ്ഞത് കാണാൻ കഴിയും. ആരെങ്കിലും അർദ്ധരാത്രി സമയത്ത് യാ അർഹമർ റഹീമീൻ എന്ന് 1000 തവണ ചൊല്ലിയാൽ, യാ അർഹമർ റഹീമീൻ എന്ന് ചൊല്ലാൻ കൂടുതൽ സമയമൊന്നും നമുക്ക് ആവശ്യമില്ല, കുറഞ്ഞ സമയത്തിനുള്ളിൽ ചൊല്ലി തീർക്കാൻ കഴിയുന്ന ചെറിയ ദിക്റാണത്. അങ്ങനെ ആ ദിക്റിനെ 1000 തവണ അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ദുനിയവിയും ഉഖറവിയുമായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുമെന്ന് കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയാസങ്ങൾ, നമുക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ, വിവാഹം ശരിയാവാൻ, അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാവാൻ, നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങളൊക്കെ നാം ഈ ദിക്റിനെ, ഈ ഇസ്മിനെ പറഞ്ഞുകൊണ്ട് നാം അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുക, മറ്റുള്ളവരിലേക്ക് ഈ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.